പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമെ ചിരിക്കുന്നു, പുറമെ തമാശ പറയുന്നു, പുറമെ സന്തോഷിക്കുന്നു. പക്ഷേ നോക്കുവിന് നമ്മുടെ ഓരോരുത്തരുടെയും ഏകാന്തതയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളിലെ കഠിനമായിരിക്കുന്ന വേദന കൂടിയാണ് കടന്നു പോകുന്നത്. നാളെ പറ്റിയുള്ള വിചാരങ്ങൾ, കടബാധ്യതകൾ, കുടുംബ തകർച്ചകൾ, മദ്യപാനിയായിരിക്കുന്ന ഭവനത്തിലുള്ള പുരുഷന്മാരാൽ ഉളവാകുന്ന വേദനകൾ, നിരാശകൾ, നമ്മളെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരിക്കുമ്പോഴുള്ള ദുഃഖഭാരങ്ങൾ, മരണഭീതികൾ, ഇങ്ങനെ എണ്ണമില്ലാത്ത അനുഭവത്തിൽ കൂടെ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാരത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ നമുക്ക് ആശ്വാസം നൽകി തരുവാൻ ഒരു നാമമേ ഉള്ളൂ. അവൻ്റെ നാമം യേശുക്രിസ്തു എന്നാകുന്നു. അവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുള്ളൂ. അവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ഹൃദയം കലങ്ങിപ്പോവരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഒരമ്മ തന്നെ കുഞ്ഞിനെ മറന്നു കളയുമോ? ഒരമ്മ താൻ പ്രസവിച്ച മകനെ ഉപേക്ഷിക്കുമോ? ഒരു നാളുമില്ല. അവൾ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ ഏകൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, കാർമുകിൽ പോലെ നിന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയാമെന്ന്, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാൽ അത് ഹിമം പോലെ ഞാൻ വെളുപ്പിച്ചു തരാമെന്ന്, നിന്നെ ഞാൻ വിശുദ്ധനും വിശുദ്ധയുമാക്കി തീർക്കാമെന്ന് പാപിയായിരിക്കും നമുക്ക് വാക്ക് തന്നവനും യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേക ആൾക്കാർ വാക്ക് തന്നിട്ടുണ്ടെന്ന്, ഞാൻ നിനക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാം, ഇങ്ങനെ പോലെ പ്രവർത്തിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മരിച്ചു മണ്ണടിച്ച് ദ്രവിച്ചു പോയി. അവരുടെ വാഗ്ദത്തങ്ങൾ നിലനിൽക്കാതെ പോയി, മരണം വഴിയായിട്ട് അവർ മാറ്റപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ അത് സ്ഥിരമാണ്, നിലനിൽക്കുന്നതാണ്. അവൻ നോക്കുവിന് നമുക്ക് വാക്ക് തന്നവൻ നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് മരിച്ചുവെങ്കിലും, അവൻ അടക്കപ്പെട്ടുവെങ്കിലും, മൂന്നാം ദിവസം കല്ലറകളെ വിട്ട് അവൻ എഴുന്നേറ്റ്, ഇതാ അവന് ആകാശത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നവന്, അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായതുകൊണ്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ അവർക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഞങ്ങൾ പറയുന്ന ഈ യേശുക്രിസ്തുവിന്റെ വചനം കേട്ടുകൊള്ളുവിന്. എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖത്തിൽ കൂടി ഓരോ ദിവസവും കടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരിമാരൊക്കെ ഇങ്ങനെ പറയും, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, എന്നിട്ടും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന്. എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, ഓർമ്മ വെച്ച നാൾ മുതൽ കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗപീഠയിലും ജീവിച്ച അമ്മ പറയും, മോനെ ദൈവം തന്ന വിധിയാണ്, ഇതൊക്കെ അനുഭവിച്ചാലേ മതിയെന്ന്. എൻ്റെ അമ്മയ്ക്ക് ദൈവമാരെന്ന് അറിയത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നോക്കുവിന്, ദൈവം നമ്മളെ ദുഃഖത്തിൽ കൂടെ നടത്തുന്നവനാണോ? ദൈവം നമ്മളെ കഷ്ടത്തിൽ കൂടെ നടക്കുന്നവരാണോ? ദൈവം നമ്മളെ രോഗത്തിലേക്ക് തള്ളിയിടുന്നവരാണോ? ഒരു നാളുമല്ല. പിന്നെ എന്താണ് നമ്മളെല്ലാവരും ദുഃഖത്തിലായിരിക്കുന്നത്? എല്ലാ ഉന്നതന്മാരും ചെറിയവരും എല്ലാ ജാതി മതസ്ഥരും കേട്ടുകൊള്ളുവിന്. ഈ പ്രസംഗത്തിനൊരു പ്രശ്നമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. മരണമുള്ള എല്ലാവരും ഞങ്ങളെ കേൾക്കണം കേട്ടോ. മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. മരിച്ചതിന് ശേഷം സർവ്വശക്തിയുള്ള കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ ജാതി മതസ്ഥരും നിൽക്കേണ്ട ഒരു അനുഭവമുണ്ട്. എന്നാണ് സകല മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയുന്ന ആ വലുതും ഭയങ്കരവുമായിരിക്കുന്ന നാൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തരണം ചെയ്തേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ആകിയാൽ യേശുക്രിസ്തു അല്ലാതെ ഒരു രക്ഷകനില്ല, അവനല്ലാതെ ഒരു സത്യദൈവവും ഇല്ലാത്തത് കൊണ്ട് അവന്റെ മുമ്പിൽ എല്ലാ ജാതി മതസ്ഥരും മരിച്ചതിന് ശേഷം ഇതേപോലെ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വന്ന്, ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ കണക്ക് കൊടുക്കേണ്ട ദിവസമുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ദൈവമല്ല കേട്ടോ. ദൈവം സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. കള്ളുകുടിയനും കൊലപാതകമായിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും തൻ്റെ കുഞ്ഞ് കരയുന്നത് ഇഷ്ടമല്ല, ആ കുഞ്ഞ് സന്തോഷിക്കുന്നതാണ് അവന് ഇഷ്ടമെങ്കിൽ, സർവ്വശക്തിയും കരുണാമയമായിരിക്കും ദൈവം തൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് ഇങ്ങനെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ആഗ്രഹിക്കുന്നുവോ? ഒരു നാളുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ ചരിത്രം കേട്ടുകൊള്ളുവിന്. ഈ പ്രസംഗം ഇവിടെ കൊണ്ട് തീരുകയില്ല കേട്ടോ. നമ്മളെല്ലാവരും മരിച്ചതിന് ശേഷം വീണ്ടും ഇതേ രൂപത്തിൽ കാണുകയും ഈ പ്രസംഗം വെച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങളുടെ രക്ഷകനെ തള്ളിക്കളയല്ലേ പ്രിയപ്പെട്ടവരെ, കേട്ടുകൊള്ളുവിന്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മണ്ണുകൊണ്ട് ഒരു പുരുഷനെ സൃഷ്ടിക്കുകയും അവനെ ദൈവത്തിന്റെ മകനായിട്ട് ഏദൻ പർദീസയിൽ നിർത്തുകയും ചെയ്തു. അവനിൽ നിന്ന് തന്നെ ദൈവം ഒരു സ്ത്രീയെ കൊടുത്തിട്ട് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയണം. അങ്ങനെ ഭൂമി സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയേണ്ടതിനും ഈ ഭൂമി മുഴുവൻ മനുഷ്യരാൽ പരക്കേണ്ടതിനും ദൈവം അവരെ അനുഗ്രഹിച്ചു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെഴുന്ന എല്ലാ ഇഴജാതികളുടെ മേലും എല്ലാ മൃഗങ്ങളുടെ മേലും വാഴുവിൻ. ഭൂമിയുടെ സർവാധിപത്യം മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്തു. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താന്റെ വാക്കുകളെ അനുസരിച്ചത് വഴി അവൻ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമെന്നുള്ള പദവിയിൽ ആത്മാവിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദം എന്ന് പറയുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചത്. ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, ഇന്ത്യക്കാരാകട്ടെ, പാകിസ്ഥാനികളാകട്ടെ, യഹൂദനാകട്ടെ, യവനാകട്ടെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഓരോ ഒരു പുരുഷന്റെ രക്തത്തിൽ. സകല മനുഷ്യരുടെ അപ്പൻ ഒന്നാണ്, ദൈവമല്ല, ഒരു പുരുഷനാണ്. ആദം എന്നാണ് അവന്റെ പേര്. അവന്റെ രക്തത്തിൽ പിറന്നുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്.
അല്ല ഭർത്താവിനോട് ദേഷ്യപ്പെടല്, ഭർത്താവിനോട് വഴക്കുണ്ടാക്കലെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ അറിയാതെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ കുറ്റബോധം വരികയാണ്. ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനറിയാം, പക്ഷെ വഴക്കുണ്ടാക്കിയാണ്. കള്ളു കുടിക്കലെന്ന് അവൻ അറിയാം, പക്ഷെ കള്ളു കുടിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യരുത് നമുക്കറിയാമെങ്കിലും നമ്മൾ അറിയാതെ പാപം ചെയ്യുന്നെങ്കിൽ പാപം നമ്മുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കുന്നുകൊണ്ട്. ഒരു നായ കുറയ്ക്കുന്നത് അതൊരു പട്ടിയായതുകൊണ്ട്, അതുപോലെ മനുഷ്യൻ പാപം ചെയ്യുന്നത് നമ്മൾ പാപിയായിട്ട് ജനിച്ചതുകൊണ്ട്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും കേട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനവും സന്തോഷവും നൽകി തരുവാൻ യേശുക്രിസ്തു എന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഇങ്ങനെ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് സമാധാനമില്ലാതെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും രോഗങ്ങളും, അയ്യോ എന്തുമാത്രം വേദനയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഉണ്ടായ നാൾ മുതൽ, മനുഷ്യൻ പാപം ചെയ്ത നാൾ മുതൽ ഇന്നേ വരെ മനുഷ്യജാതികൾ ഒഴുക്കിയ കണ്ണുനീരെല്ലാം കൂടെ കൂട്ടിവെച്ചിരുന്നെങ്കിൽ ഒരു പുതിയ അറബിക്കടൽ തന്നെ നമ്മൾ സൃഷ്ടിക്കാമായിരുന്നു. വേണ്ട, നിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലോ ഓർമ്മ വെച്ച നാൾ മുതൽ നീ അനുഭവിച്ച കണ്ണുനീരും നിലവിളിയും എല്ലാം കൂട്ടിവെച്ചിരുന്നെങ്കിൽ എത്ര കൂടം വെള്ളം നിനക്ക് ഇന്ന് വീട്ടിൽ ചുമന്നു വെക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് ഇതിനെല്ലാം ഒരു അറുതിയുണ്ട്. ഈ ലോകത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ പോവുകയാണ്. ഭൂമി സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുന്ന 1000 ആണ്ട് ഭരണം വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണത്തെ ജയിച്ച് യേശുക്രിസ്തുവോട് ജീവിപ്പാനും ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കപ്പുറം പുതിയ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സൗജന്യമായിട്ട് സാധ്യമാകും. അങ്ങനെ പാപം ചെയ്ത് സകല മനുഷ്യരും നശിച്ചു പോയപ്പോൾ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ, പാപമില്ലാത്തവനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും, പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നിങ്ങൾ കേട്ടുകൊള്ളുവിന്. പ്രിയപ്പെട്ടവരെ, പണമില്ലായ്മയല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ, എനിക്കൊരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. മഹാദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോഴും എൻ്റെ അപ്പനും അമ്മയും സന്തോഷത്തിലായിരുന്നു. അവർ തമ്മിൽ വഴക്ക് കൂടുമായിരുന്നില്ല. എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അപ്പനെതിരെ ഒരു വാക്ക് പോലും മിണ്ടുന്ന ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദാരിദ്ര്യത്തിലും അവർക്ക് തമ്മിൽ സ്നേഹിപ്പാൻ കഴിയുമായിരുന്നു. രോഗമല്ല പ്രിയപ്പെട്ടവരെ പ്രശ്നം, നല്ല കുലത്തിൽ ജനിച്ചില്ല എന്നുള്ളതും പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം പാപമാണ്. ഞാൻ ചോദിക്കട്ടെ, 10, 15, 16 അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്ത, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്ത ഓരോ പാപങ്ങളും ഇന്നും നിങ്ങളെ വേട്ടയാടുകയാണ്. 20-ാമത്തെ വയസ്സിൽ അരുതാത്ത ഒരു കാര്യം ചെയ്തെങ്കിൽ 80-ാമത്തെ വയസ്സിൽ ഇതാ മരണത്തിന്റെ ശയ്യയിലേക്ക് പോകുമ്പോഴും നീ എന്താണ് അസ്വസ്ഥനാകുകയാണ്. നിന്റെ മനസാക്ഷി നിന്നെ കുറ്റം പറ്റിക്കുകയാണ്. പാപമാണ് നമ്മുടെ പ്രശ്നം. എല്ലാ മനുഷ്യരോട് പറയുന്നു, പാപം അത്രയും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന വിഷയം. അങ്ങനെയാണെങ്കിൽ സമാധാനത്തിലുള്ള ഏക വഴി പാപമോചനമാണ്. അത് നമുക്ക് സ്വയമായിട്ട് കിട്ടുവാൻ കഴിയത്തില്ല. ഒരു ഹിന്ദുവായിരുന്ന ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത ആചാരങ്ങളില്ല, വഴിപാടുകളില്ല, നോയമ്പുകളില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാഹുകാലത്ത് നിന്ന് പോലും രക്ഷിപ്പാൻ ആ മതവിശ്വാസം എന്നെ രക്ഷിച്ചില്ല. എൻ്റെ കൂടെയുള്ളവർ ക്രിസ്തീയ മതവിശ്വാസികളാണ്. കത്തോലിക്ക, മർത്തോമയെന്നൊക്കെയും ആ സഭയും മതത്തെയും തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തു എന്ന രക്ഷകനിലേക്ക് വന്നാണ്. അവരെ പറ്റിയും പറയുന്നു, നൂറ്റാണ്ടുകളായിട്ട് അവർ പാപികളും ദോഷികളുമാ. പള്ളിയിൽ പോകുന്നു, ആരാധന കഴിക്കുന്നു, എടത്തുവ പള്ളിയിൽ പോകുന്നു, എവിടൊക്കെ പോകുന്നു. പക്ഷെ പാപത്തിൽ നിന്ന് ഒരു വിടുതൽ കൊടുപ്പാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല പ്രിയപ്പരെ. അവർക്ക് മാനസാന്തരപ്പെടുവാനോ യേശുക്രിസ്തു ആരെന്നോ തിരിച്ചറിയുവാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. ആ പള്ളിയിലെ പുരോഹിതന്മാർക്ക് പോലും ദൈവമാരെന്ന് തിരിച്ചറിയുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എണ്ണമില്ലാത്ത പാപത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരും സ്വർഗസ്ഥന്മാരുമാക്കി തീർക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരുവൻ പോലും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുമില്ല. ആ യേശുക്രിസ്തു അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, അവനാൽ അത്രേ ഭൂമിയും ആകാശവും സൂര്യനും സൃഷ്ടിക്കപ്പെട്ടത്. എങ്കിലും അവനൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് പകരക്കാരനായിട്ട് അവൻ മരിക്കേണ്ടി വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് ഗോൽഗൊഥ മലമുകളിലേക്ക് കടന്നു പോവുകയാണ്. കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗൊഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുച്ചവയിലവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത് കണ്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഓമനെ പേർ ചൊല്ലി അവൻ വിളിക്കുന്നു. ഞാൻ ഈ കഷ്ടമേറ്റ് മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ക്രൂരന്മാരായിരിക്കുന്ന യഹൂദന്മാര് ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കുമ്പോഴും എൻ്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ അടർന്നു പോകുമ്പോഴും ഞാൻ നിന്നെ ഓർത്ത് കേട്ടോ. ഞാൻ നിനക്ക് വേഗേക്കേണ്ടിയ, നിന്റെ മേൽ വീഴേണ്ടിയ ഓരോ അടിയും ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുകയാണ്. ഇതാണ് എനിക്ക് നിന്നോടുള്ള വ്യക്തിപരമായിരിക്കുന്ന സ്നേഹം. എന്നിട്ടോ നമ്മുടെ എന്നേവരെയുള്ള പാപത്തിന്റെ ഭാരമായിരിക്കുന്ന കഴുകുമരം ഞാൻ ചുമന്നു. നിന്റെ പാപത്തിന്റെ ചുമട കുഞ്ഞെ ഞാൻ ചുമന്നുകൊണ്ട് പോകുന്ന ഈ കുരിശുമരം, നിന്റെ പാപഭാരമായിരിക്കുന്ന ഈ കഴുകുമരം ചുമന്നത് വഴി നിനക്ക് പകരക്കാരനായിട്ട് അതേ കഴുകുമരത്തിൽ ഇതാ ഞാൻ ആണിയടിക്കപ്പെട്ടു. നിനക്ക് പകരക്കാരനായിട്ട് ഞാൻ മരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിന്റെ മരണമാണ്. അതേ നമ്മെ
സ്നേഹിച്ച് നമുക്ക് വേണ്ടി അവൻ പകരക്കാരനായിട്ട് മരിച്ചു. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിലാക്കിയ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യാഗങ്ങൾ നിർത്തി, ബലികൾ നിർത്തി, വഴിപാടുകളും നൊയമ്പുകളും നിർത്തി. വിശ്വസിക്കുന്ന ഏവർക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇനിയും പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കല്ല. ക്രിസ്തീയ പുരോഹിതന്മാരുൾപ്പെടെ എല്ലാ മതത്തിന്റെയും പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കുകയാണ്. നമ്മുടെ പണവും സമയവും ചെലവഴിച്ചതല്ലാതെ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ പ്രിയപ്പെട്ടവരെ. ഇല്ല 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 പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ വഴിപാടുകളുടെ എണ്ണം കൂടി, തീർത്ഥാടനത്തിന്റെ എണ്ണം കൂടി, പക്ഷെ നമ്മുടെ വേദനകളുടെ എണ്ണം വർദ്ധിച്ചതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ എവിടെ പോയാലും ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു.